അങ്ങനെ ഇതാ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞത്തേക്ക് ആദ്യ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ നങ്കൂരമിടുന്നു. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷത്തിലാണ് മലയാളികൾ. അങ്ങനെ വിഴിഞ്ഞത്തേക്ക് ആദ്യ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധികളായ ആതിര സരസ്വതും ചന്തു ചന്ദ്രശേഖറും ഒപ്പം മഹേഷ് ചന്ദ്രനും ഉണ്ട് നമുക്കൊപ്പം. ആദ്യം പോകുന്നത് ആതിര സരസ്വതിയിലേക്കാണ്. ആതിര, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ തുടക്കം രാവിലെ മുതൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കാത്തിരിപ്പുകൾക്കൊക്കെ അങ്ങനെ വിരാമമായിരിക്കുകയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ആദ്യ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് വിഴിഞ്ഞത്ത് നടക്കാനുള്ളത്? സേതുലക്ഷ്മി, തീർച്ചയായും ഇന്ത്യയുടെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പിംഗ് തുറമുഖം കേരളം രാജ്യത്തിനും ലോകത്തിനും സമർപ്പിച്ചിരിക്കുന്ന ഒരു അഭിമാനകരമായ ഒരു നിമിഷത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷിയാകുന്നത്. ഏകദേശം ഇവിടെ ബർത്തിങ് നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് ബർത്തിങ് നടപടിക്രമങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അതായത് തീരത്തേക്ക് അടുപ്പിച്ച കപ്പൽ കടലിന് അഭിമുഖമായി തിരിക്കുന്നു. അതിനുശേഷം ബർത്തിലേക്ക് അടുപ്പിക്കുന്നു. അവിടെ നിന്നും 4 റോപ്പുകൾ കപ്പലിലേക്ക് ഇടുന്നു. അത് കഴിഞ്ഞ ശേഷമായിരുന്നു പ്രക്രിയകൾ നടന്നത്. അതിനുശേഷം ഒരുപാട് രാജ്യത്തെ ആൾക്കാർ ഈ കപ്പലിനുള്ളിലുണ്ട്. ഏകദേശം 22 പേരാണ്. 5 ഇന്ത്യക്കാരുൾപ്പെടെ 1 മലയാളി ഉൾപ്പെടെ 22 പേരാണ് കപ്പലിലുള്ളത്. അവരുടെ മെഡിക്കൽ ക്ലിയറൻസ് പൂർത്തീകരിക്കേണ്ട ഒരു നടപടി ഉണ്ടായിരുന്നു. അതുപോലെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടികളാണ് ആരംഭിക്കുന്നത്. അതായത് ഈ കണ്ടെയ്നറുകൾ 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കേണ്ടത്. 2000-ലധികം കണ്ടെയ്നറുകൾ ഈ ഷിപ്പിലുണ്ട്. അതിൽ 2400 കണ്ടെയ്നറുകൾ ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തിൽ ഇറക്കിയ ശേഷം 1930 കണ്ടെയ്നറുകളായിരിക്കും ഇവിടെ നിലനിർത്തുക. അതിൽ 400 കണ്ടെയ്നറുകളിൽ ഈ തുറമുഖത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഒരു പൂർണ്ണമായും ഒരു വ്യക്തതയില്ല. കാരണം രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച വിഷയമാണ്. കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ പുറത്തുവിടുകയില്ല. എങ്കിലും നമുക്ക് അറിയുന്ന വിവരങ്ങൾ പ്രകാരം, അറിയുന്ന സൂചനകൾ പ്രകാരം 400 കണ്ടെയ്നറുകളിൽ ഈ തുറമുഖത്തിന്റെ സാധന സാമഗ്രികൾ, നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഏറെ പ്രത്യേകതകളുണ്ട് വിഴിഞ്ഞത്തിന്. ഇന്ത്യയുടെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാകുമ്പോൾ, വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മുന്ദ്ര, വിശാഖപട്ടണം തുറമുഖങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇതിനെ അപേക്ഷിച്ച് രാജ്യാന്തര അന്താരാഷ്ട്ര കപ്പൽ ചാനൽ ഏറ്റവും അടുത്തുകൂടെ പോകുന്നത് വിഴിഞ്ഞത്തിനാണ്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറുന്ന ഒരു കാഴ്ചയായിരിക്കും വരും വർഷങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക വിനോദ മേഖലകളിലെ ഒരു നാഴികക്കല്ലായി വിഴിഞ്ഞം മാറുമെന്നതിൽ ഒരു സംശയമില്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാം ഇന്ത്യയിലേക്ക് എത്തുന്ന എല്ലാ ചരക്കുകളും ഈ കൊളംബോ പോലെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് കൈമാറപ്പെടുന്നത്. എന്നാൽ ഇനി അതൊന്നും വേണ്ട. നമുക്ക് സമയം ലാഭിക്കാം, നമുക്ക് പണം ലാഭിക്കാം. നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഇവ കൊണ്ട് ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സേതുലക്ഷ്മി, ആതിര, അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി. ഈ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഈ കാഴ്ചകൾ കാണാൻ, ആദ്യത്തെ ചരക്ക് കപ്പൽ വരുന്ന കാഴ്ച കാണാൻ എല്ലാവരും അക്ഷമരായിട്ടിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ ഈ ടെലിവിഷൻ സ്ക്രീനിലൂടെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. നേരിൽ ഈ കാഴ്ച കാണണമെന്ന് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ആഗ്രഹിച്ചതുമാണ്. പക്ഷേ ആതിര ഈ കാഴ്ചകൾ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഈ ചരക്ക് കപ്പലിന്റെ നങ്കൂരമിടൽ കണ്ടപ്പോൾ ഒരു അനുഭവം? തീർച്ചയായും നമ്മളും കൂടെ ആ ചരിത്രത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് സേതുലക്ഷ്മി. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയായിരുന്നു രാവിലെ മുതൽ കടന്നുപോയത്. നമ്മൾ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിയതാണ്. ശരിക്കും അകത്തേക്ക് കടക്കാനുള്ള അനുമതിയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ വിഷ്വലുകൾ ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റുന്ന, കടലും തീരവും ഈ കണ്ടെയ്നറുകളും എല്ലാം അടുത്ത് കാണാൻ പറ്റുന്ന ഒരു പാറയുടെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിദൂര കാഴ്ചയിൽ തന്നെ കപ്പൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ശേഷം കപ്പൽ അടുക്കും തോറും നമുക്കും ആവേശം കൂടുകയായിരുന്നു സേതുലക്ഷ്മി. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ ക്യാമറ വെച്ചെടുത്ത തൊട്ടടുത്തുകൂടിയായിരുന്നു ഈ കപ്പൽ കടന്നു പോയത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായും സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടായത്. നമുക്ക് അത്രത്തോളം വിഷ്വലുകൾ, അത്രത്തോളം ആളുകൾ ആഗ്രഹിച്ചിരുന്ന ദൃശ്യം ജനങ്ങളിലേക്ക് മികവോടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു കാര്യമായി തന്നെ കണക്കാക്കുന്നു.
കണക്കാക്കുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിങ്ങിലൂടെ നമ്മളും ചരിത്രത്തിന്റെ ഭാഗമായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. സേതുലക്ഷ്മി. തീർച്ചയായും ആതിര, കാരണം രാവിലെ മുതൽ തന്നെ ആതിരയുടെ വാക്കുകളിൽ നിന്ന്, അത് ഓരോ നിമിഷവും ആതിരയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തമാകുന്നുണ്ടായിരുന്നു എത്രത്തോളം ആവേശത്തിലാണ്, എത്രത്തോളം സന്തോഷത്തിലാണ് അവിടെ നിന്ന് ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവച്ചത് എന്നുള്ളത്. അപ്പോൾ ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആതിരയിൽ നിന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിച്ചത്. ആതിര തുടരുക, ആതിരയിലേക്ക് ഞാൻ വരാം. ചന്തു ചന്ദ്രശേഖർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചന്തു, ഈ നാളെയാണ് ട്രയൽ റൺ. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ നിരവധി ഘട്ടങ്ങൾ ഇനിയും പിന്നിടേണ്ടതുണ്ട് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ തോതിൽ നമ്മുടെ മുന്നിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആ പ്രഖ്യാപനങ്ങളാണ് ഇനി അറിയേണ്ടത്. ട്രയൽ റണ്ണിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി ചന്തു? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇനിയുള്ള ഘട്ടങ്ങൾ, അതാണ് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്, വികസനത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. പ്രധാനമായും ഇനിയും 3 ഘട്ടങ്ങൾ ബാക്കിയുണ്ട്. അതൊരു 15 വർഷത്തിനുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായി കേരളത്തിന്റെ ഒരു വികസന കാഴ്ചപ്പാട് അല്ലെങ്കിൽ വികസനത്തിന്റെ തോത് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് വരും. ട്രയൽ റണ്ണിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വലിയ 10,000-ഓളം പേർക്ക് തന്നെ പങ്കെടുക്കാൻ പറ്റിയ തരത്തിൽ വലിയ വിശാലമായ വേദിയൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഇവിടെ എത്തും, കപ്പലിന് സ്വീകരണം നൽകും. അതിനുശേഷം ട്രയൽ റൺ ആരംഭിക്കും. ട്രയൽ റൺ പ്രധാനമായും 3 മാസ കാലയളവിലാണ് ഈ ട്രയൽ റൺ ഉദ്ദേശിക്കുന്നത്. ഒക്ടോബറോടുകൂടി വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായി കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നാണ് മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 മാസക്കാലം ട്രയൽ റൺ പ്രധാനമായും നടക്കും. ഇപ്പോൾ സാൻ ഫെർണാണ്ടോ എത്തിയതുപോലെ തന്നെ കൂറ്റൻ കപ്പലുകൾ, 400 മീറ്റർ വരുന്ന വലിയ കപ്പലുകൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തും, വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തും. ഇവിടെ നിന്നും ചരക്ക് ഗതാഗതം പൂർണ്ണമായും നടക്കും. പല സ്ഥലങ്ങളിലേക്കും, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത്തരത്തിൽ ചരക്ക് ഗതാഗതം നടക്കും. പ്രധാനമായും ഈ വിഴിഞ്ഞം തുറമുഖത്തിന് അതിന്റെ ആഗോള തരത്തിൽ ഒരു പോർട്ട് എന്ന രീതിയിലുള്ള ബഹുമതിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ലഭിക്കണമെങ്കിൽ ഈ ചരക്ക് ഗതാഗതം പൂർണ്ണമായും സജ്ജമായി എന്ന ഒരു കാര്യം, അത് ലോകശ്രദ്ധ നേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇത്തരത്തിൽ ചരക്കുകളുമായി കൂറ്റൻ കപ്പലുകൾ ഇവിടെ എത്തി പോകുന്ന തരത്തിലേക്കാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും 2960 മീറ്റർ ബ്രേക്ക് വാട്ടറും ബെർത്ത് 600 മീറ്ററും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. കടലിന്റെ ഒരു സ്വാഭാവിക ആഴം വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാക്കുന്നുണ്ട്. അത് വിഴിഞ്ഞത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന വലിയൊരു നേട്ടം ഇതിന്റെ സ്വാഭാവിക ആഴം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂറ്റൻ കപ്പലുകൾ എത്തിയാൽ യാതൊരു തടസ്സവും കൂടാതെ ഇവിടെ നിന്നും ചരക്ക് ഇറക്കുകയും ചരക്ക് കയറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുമൊക്കെ കഴിയും. എന്തായാലും കേരളത്തിന്റെ, രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മറ്റൊരു മാറ്റം അത് വിഴിഞ്ഞം കൊണ്ടുവരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവിടെ നിന്നും തൊഴിൽ തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് യുവാക്കൾ പോകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം, വിമർശനമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു തലത്തിലേക്കുള്ള വികസനം അത് വിഴിഞ്ഞം സാധ്യമാക്കാൻ പോകുന്നു എന്ന കാര്യം കേരളത്തിന് അഭിമാനകരമാകുന്നത്. പ്രധാനമായും നമുക്കറിയാം, നേരത്തെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ അതിജീവിച്ച് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് കേരളത്തിന് അഭിമാന നേട്ടമായി തന്നെ എടുത്തു പറയാവുന്നതാണ്. സേതുലക്ഷ്മി. ശരി ചന്തു, തുടരുക. ചന്തുവിലേക്ക് വരാം. വീണ്ടും ആതിരയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പോകുന്നു. ആതിര, ഈ മാർഷൽ ദ്വീപ് പതാക ഏന്തി ജൂലൈ 2-ന് സിയാമിനിൽ നിന്നും പുറപ്പെട്ട കപ്പൽ, 2000-ലേറെ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടുള്ള ഒരു കപ്പൽ, ആ കപ്പലാണ് കൊളംബോ വഴി വിഴിഞ്ഞത്തേക്ക് എത്തിയത്. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ എത്രത്തോളം തുറക്കുന്ന ആ ഒരു സമയം വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അത് എത്രത്തോളം പ്രധാനമാണ്? പ്രദേശവാസികൾ എത്രത്തോളം സന്തോഷത്തിലാണ്? അവരുടെ വാക്കുകൾ നമുക്ക് ലഭ്യമാണോ? തീർച്ചയായും സേതുലക്ഷ്മി, മാർഷൽ പതാകയ്ക്കൊപ്പം ഇന്ത്യൻ പതാകയും ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളോടൊപ്പം ഈ പ്രദേശത്തെ കുറച്ച് ആൾക്കാർ ചേരുന്നുണ്ട്. അവരോട് തന്നെ സന്തോഷം ചോദിക്കാം. ചേട്ടാ, വളരെ ഒരു ചരിത്ര ദൗത്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ തോന്നുന്നത്? ഇത് യാഥാർത്ഥ്യമാകുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പദ്ധതിയാണ് അദാനി തുറമുഖം കൊണ്ടുവന്നത്. നമുക്ക് വളരെ അഭിമാനമായ നേട്ടമാണ്, സന്തോഷമാണ് ഉള്ളത്. കപ്പൽ വരുന്നതൊക്കെ നേരിട്ട് കാണുമായിരുന്നു. ആദ്യമായിട്ടൊരു അനുഭവമായിരുന്നു. എന്താണ് തോന്നിയത്? അപ്പോൾ ഈ നാട്ടിൽ ഇത്രയും വലിയ പദ്ധതി വരുമെന്നുള്ളത് പ്രതീക്ഷയില്ലായിരുന്നു. വന്നൊരു സന്തോഷം, നല്ല അഭിമാനമായ നേട്ടമാണ്. ഈ പ്രദേശത്ത് വലിയ പദ്ധതികളെല്ലാം വരാനുള്ളതാണ്. അങ്ങനെ സന്തോഷമുണ്ട്. ചേട്ടനും ഈ നാട്ടുകാരനാണോ? എങ്ങനെയാണ് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു വികസന പ്രവർത്തനം നടക്കും, വലിയ വികസനം ഇവിടെ വരും. നമ്മളെ രാജ്യത്തിൻ്റെ വലിയ പോർട്ടായതുകൊണ്ട്
ഇന്ത്യക്ക് ഗുണം ചെയ്യും. ഈ ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു വലിയ കപ്പലൊക്കെ കാണുന്നതും ഇത്തരമൊരു നിമിഷങ്ങൾക്കൊക്കെ ആദ്യമായിട്ടാണോ സാക്ഷിയാകുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് എന്താണ് തോന്നിയത്? നമുക്ക് കാണാൻ പറ്റിയല്ലോ, അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായും സേതുലക്ഷ്മി, ആദ്യമായിട്ടാണ് ഇവരെല്ലാം ഇത്തരമൊരു ദൃശ്യത്തിന് സാക്ഷിയാകുന്നത്. ഒരുപാട് വികസനങ്ങൾ, ഇവർ പറയും പോലെ ഒരുപാട് വികസനങ്ങൾ വിഴിഞ്ഞത്തെ കാത്തിരിപ്പുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് തൊഴിലവസരങ്ങൾ എത്തും. ഇതൊരു അഭിമാനകരമായ ഒരു നിമിഷത്തിന് സാക്ഷിയാക്കാൻ കഴിഞ്ഞത് തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇവിടെ സാൻ ഫെർണാണ്ടോ എത്തുമ്പോൾ വളരെയധികം സന്തോഷത്തിലും ആത്മാഭിമാനത്തിലുമാണ് നാട്ടുകാരും മറ്റ് പ്രദേശവാസികളും. തീർച്ചയായും ആതിര, എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാ മനുഷ്യരും സന്തോഷത്തിലാണ്. കാരണം അത്രയും വലിയൊരു ഇവൻ്റാണ് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നത്. കാലങ്ങളായി കാത്തിരുന്ന ഒരു നിമിഷം അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പോൾ അവരുടെ സന്തോഷം അത് ഒരുപക്ഷെ അവർക്കത് വാക്കുകളിൽ കൂടി പോലും പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. അതായിരിക്കും പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അവർക്ക് വലിച്ചു നീട്ടിപ്പോലും പറയാൻ കഴിയാത്തത്, ഒറ്റ വാക്കിൽ ഒതുക്കുന്നതും അതുകൊണ്ടായിരിക്കും. അത്രത്തോളം സന്തോഷമായിരിക്കും. കാരണം ഇത് എത്ര കാലമായി ഈ ഒരു ചർച്ചയും ഒക്കെ തുടങ്ങിയിട്ടല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് യാഥാർത്ഥ്യമായി, അത് നേരിൽ കാണുന്നു. ഒരു വലിയൊരു ചരക്ക് കപ്പൽ തങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ വന്ന് അടുക്കുന്ന ഒരു കാഴ്ച, ഇതൊക്കെ അവരെ അത്രത്തോളം സന്തോഷത്തിൽ എത്തിച്ചിരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ. ഇപ്പോൾ നമുക്ക് മഹേഷ് ചന്ദ്രനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മഹേഷ്, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ സർ സിപ്പിയുടെ കാലം മുതൽ തുടങ്ങിയ ഒരു പഠനമാണ്. 91 മുതൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഗൗരവ തരത്തിലുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നു. 2015 കരാറുണ്ടാക്കുന്നു. ഈ കരാറുണ്ടാക്കിയതിന് ശേഷം 6000 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നു. അവിടെ പ്രത്യേക കമ്മിറ്റി. മഹേഷ് ചന്ദ്രൻ, നമുക്ക് പോകണ്ട. മഹേഷ്, ഞാൻ ഈ പറഞ്ഞ പോലെ സർ സിപിയുടെ കാലം മുതൽ നമ്മൾ ഈ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സിപിയുടെ കാലം മുതൽ തുടങ്ങിയ ഒരു പഠനമാണ്. 91 മുതൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, 2015 കരാറ്, പിന്നീട് ഈ നമ്മൾ കേട്ടു 6000 കോടിയുടെ വലിയൊരു അഴിമതി ആരോപണം, പിന്നീട് അന്വേഷണ കമ്മീഷൻ വരുന്നു, പിന്നീട് വിജിലൻസ് അന്വേഷണം വരുന്നു. ഒടുവിൽ ഇതാ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ആ സ്വപ്നം കരകയറിയിരിക്കുകയാണ് മഹേഷ്. ഈ അവസരത്തിൽ മഹേഷിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്ന് എനിക്കറിയാം. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതിന് വലിയ പഴക്കമുണ്ട്. 3 പതിറ്റാണ്ടോളം നീണ്ട പോരാട്ടത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് യാഥാർത്ഥ്യമായി തീരുന്നത് നമുക്ക് കൃത്യമായി പറയാനാകും. സ്വാഭാവികമായി 20 മീറ്റർ ആഴമുള്ള തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചരക്ക് നീക്കം നടന്നതിന് തെളിവുകളുണ്ട്. അത്തരമൊരു സ്ഥലത്തേക്ക് ഈ തുറമുഖം വീണ്ടും വിന്യസിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ആവശ്യമായുള്ള സമര പ്രക്ഷോഭങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിച്ചതാണ്. അതിനെതിരായ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു. 1990 കാലഘട്ടത്തിൽ അന്ന് തുറമുഖ മന്ത്രി MV രാഘവനായിരുന്നു. MV രാഘവന്റെ കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുടെ ആരംഭം എന്ന് തന്നെ പറയാൻ കഴിയും. അവർ വിഴിഞ്ഞം തുറമുഖ നഗരമായി മാറ്റുന്നതിന് വേണ്ടി ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ സ്ഥാപിക്കണമെന്നുള്ള പദ്ധതി തന്നെയാണ്. എന്നാൽ കുമാർ എനർജി വരെ ചെയ്തതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു മുന്നോട്ട് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് EK നായനാർ സർക്കാർ അധികാരത്തിൽ വരുന്നു. EK നായനാർ സർക്കാർ താപവൈദ്യുതി നിലയോ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് തയ്യാറാക്കിയത്. ഇതിനായി ഹൈദരാബാദിലെ കുമാർ എനർജിയുമായി 99 കരാറപ്പെട്ടു. നിർമ്മാണം BOT അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. പക്ഷേ ആ ശ്രമവും ദൗർഭാഗ്യവശാൽ നടന്നില്ല. പിന്നെ 2004 സ്വകാര്യ തയ്യാറാക്കി 2005 PPP മാതൃക ടെൻഡർ വിളിക്കുകയും ചെയ്തു. ടൂൺ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയാണ് കമ്പനി അടങ്ങുന്ന കൺസോർഷ്യത്തിന് സുരക്ഷാ അനുമതി നിഷേധിക്കപ്പെട്ടതോടുകൂടി പദ്ധതി വീണ്ടും അവതാളത്തിലായി. PPP മാതൃക തന്നെ 2008 വീണ്ടും ടെൻഡർ വിളിക്കുകയായിരുന്നു. ഹൈദരാബാദിലെ ലാൻഡ്ഗോ കൊണ്ടപ്പണി നൽകുന്ന കൺസോർഷ്യത്തിനാണ് അന്ന് ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകിയത്. നമുക്കറിയാം അത് ചൈനീസ് ബന്ധമുള്ള ഒരു കൺസോർഷ്യമാണ് എന്നതിന്റെ പേരിൽ കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു. അതോടുകൂടി നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അങ്ങനെയാണ് പൊതു സ്വകാര്യ മാതൃക വിഴിഞ്ഞം തുറമുഖത്തിന് പ്രയോജനപ്പെടുന്ന വിലയിരുത്തലിലേക്ക് വരികയും പിന്നീട് അദാനിയുമായി കരാറപ്പെടുകയും ചെയ്തു. ഇതേക്കുറിച്ച് അഴിമതി ആരോപണങ്ങൾ മറ്റു ഉയർന്നെങ്കിൽ പോലും പിന്നീട് തുറന്നു വന്ന സർക്കാരുകൾ അത് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇപ്പോൾ 2ാം പിണറായി സർക്കാരിന്റെ കാലത്തുമൊക്കെ അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ സഹകരിച്ച് തന്നെയാണ് പുറത്തു വന്നത്. അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെട്ടുവെങ്കിൽ പോലും നമുക്ക് അറിയാവുന്നത് അവർക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത് അവിടെ പ്രക്ഷോഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭം ഒക്കെ തന്നെയും ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. എങ്കിലും ഇച്ഛാശക്തിയോടെ മറികടക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് പറയാം. അതിനൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ രാജ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഇവിടെ ഇപ്പോൾ പിറവി കൊണ്ടു എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നത്. ശരി മഹേഷ്, അങ്ങനെ ഈ
പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ചന്തു ചന്ദ്രശേഖർ ഉണ്ട് നമുക്കിപ്പം വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് തന്നെ. ചന്തു, ഇപ്പോൾ ഈ മഹേഷ് ചന്ദ്രൻ പറഞ്ഞു നിർത്തിയിൽ നിന്ന് തന്നെ ഞാനൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴമടക്കം മറ്റ് തുറമുഖങ്ങളിൽ നിന്നും വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഇതിന് മുൻപ് തന്നെ പറഞ്ഞു പോയ കാര്യങ്ങളുമാണ്. ഇനിയിപ്പോൾ ഈ 4 ഘട്ടമാണ് പൂർത്തിയാക്കേണ്ടതുള്ളത്. പൂർണ്ണ തോതിലുള്ള വിഴിഞ്ഞം തുറമുഖത്തിനായി ഇനി എത്ര നാൾ കൂടിയാണ് കാത്തിരിപ്പ്? ക്ഷമിക്കണം, ഇനി 15 വർഷം അതായിരിക്കും വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അതുവരെ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള പല ഘട്ടങ്ങളും കടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ചരക്ക് കപ്പൽ ഇവിടെ എത്തിയത് മുതൽ, അതായത് നാളെ മുതൽ തന്നെ ഇതിൻ്റെ ട്രയൽ റൺ ആരംഭിക്കും. ട്രയൽ റൺ ആരംഭിച്ചാൽ 3 മാസക്കാലം ട്രയൽ റൺ തുടരും. ആ 3 മാസക്കാലയളവിൽ പ്രധാനമായും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തേക്കെത്തും. 400 മീറ്റർ വരെ നീളമുള്ള വലിപ്പമുള്ള വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തേക്കെത്തും. അത് സ്വാഭാവികമായും ഇവിടുത്തെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് വരുന്ന തുടർ നടപടികൾ ആശ്രയിച്ചായിരിക്കും അത്തരത്തിലുള്ള കപ്പലുകൾ ഏതൊക്കെ വലിയ കപ്പലുകളാണ് ഇവിടെ എത്തുന്നതെന്ന് കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും. എന്തായാലും വിഴിഞ്ഞം തുറമുഖം ഈ ഒക്ടോബറോടുകൂടി തന്നെ, ഈ ട്രയൽ റൺ പൂർത്തിയായി ഒക്ടോബറോടുകൂടി തന്നെ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അത്തരത്തിലുള്ള നടപടികളാണ് പൂർത്തിയാകുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ സാൻ ഫെർണാണ്ടോയിൽ നിന്നും ഈ ബർത്തിലേക്ക് കണ്ടെയ്നറുകൾ നീക്കുന്ന നടപടികളാണ് ഇനി നടക്കാനുള്ളത്. അതും അല്പസമയത്തിനകം പൂർത്തിയാകും. അതിനുശേഷം നാളെ ഈ ട്രയൽ റൺ ചടങ്ങ് ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇവിടെ നിന്നും ബർത്തിലേക്ക് എത്തിച്ച കണ്ടെയ്നറുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും എല്ലാം സജ്ജമായി കഴിഞ്ഞു. സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ സ്വാഭാവിക ആഴം തന്നെയാണ്. നമുക്കറിയാം, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ചരിത്രപരമായ ഒരു സ്വാഭാവിക തുറമുഖം വിഴിഞ്ഞത്ത് സാധ്യമാകുമെന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഒക്കെ വന്നതിന് ശേഷമാണ്. അത്തരത്തിൽ വലിയ ചരിത്രപരമായ പ്രാധാന്യം വിഴിഞ്ഞത്തുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഇവിടെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതോടെ, അതായത് നാളെ മുതൽ ട്രയൽ റൺ ആരംഭിക്കുന്നതോടെ തന്നെ നമ്മൾ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ചരക്ക് ഗതാഗതം അത് വിഴിഞ്ഞത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ കൊളംബോ പോലെയുള്ള തുറമുഖങ്ങളെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഈ ചരക്ക് ഗതാഗതം വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന സാധ്യതയാണ് തരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അതിജീവിക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകൾ ഇനി വരുന്ന യുവാക്കൾക്ക്, ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ സാധ്യതകൾ വിഴിഞ്ഞം തുറന്നു വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വിഴിഞ്ഞം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. ചരക്കുകപ്പൽ, ഏവരും പ്രതീക്ഷിച്ചിരുന്ന ചരക്കുകപ്പൽ ഈ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. നമ്മുടെ കണ്ണിന് മുന്നിൽ സത്യമായി ഇപ്പോൾ ഈ കപ്പൽ നിൽപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി അത് വികസനത്തിന്റെ പ്രതീക്ഷകളാണ്. ആ വികസനവും തീർച്ചയായും ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നേട്ടം കൂടിയുണ്ട്. കാരണം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിലും സർക്കാർ അതിനെ നേരിട്ട രീതിയൊക്കെ അത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ നിർണായക ഘടകമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ സംശയമില്ല. അത് എടുത്തു പറയാൻ കഴിയും. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നേട്ടമായി വിഴിഞ്ഞം തുറമുഖം എടുത്തു പറയാൻ കഴിയും. തീർച്ചയായും ചന്തു, അങ്ങനെ തന്നെയാണ്. ചന്തുവിലേക്ക് വരാം. നമ്മുടെ ആതിര ഇപ്പോൾ അവിടെ കുറച്ച് പ്രദേശവാസികളുമായിട്ടൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവർക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ആതിര, അങ്ങനെ വിഴിഞ്ഞത്തേക്ക് നമ്മുടെ ചരിത്ര മുഹൂർത്തം പിറന്നിരിക്കുന്നു. വിഴിഞ്ഞത്തേക്ക് ആദ്യ കപ്പൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു ചരിത്ര നിമിഷത്തിലാണ് നമ്മളെല്ലാം, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായ നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും കപ്പൽ നങ്കൂരമിട്ട ദൃശ്യങ്ങളാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിഴിഞ്ഞത്ത് നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായ ഒരു സ്വപ്നം, അതാണ് ഇന്ന് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മാറി മാറി വന്ന സർക്കാരുകൾ വളരെ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോയ പദ്ധതി അത് ഒടുവിൽ ഇതാ കര തൊട്ടിരിക്കുന്നു.
ആതിര സരസ്വതുണ്ട്, ഒപ്പം ചന്തു ചന്ദ്രശേഖർ, മഹേശ്വരനൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ നേരത്തെ ആതിരയൊക്കെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് അവരും ഇത്തരത്തിൽ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ചരിത്രത്തിൻ്റെ കൂടി ഭാഗമായിരിക്കുന്നത്. ചരിത്രത്തിലേക്കൊക്കെ ഓടിക്കേറിയിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഈ സാൻ ഫ്രാൻസിസ്കോ തീരം ഫെർണാണ്ടോ തീരം തൊട്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് നൽകിയാണ് നമ്മൾ സ്വീകരിച്ചത്. ആ കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തു. ആതിര സരസ്വത് നമുക്ക് പോകണ്ട. ആതിര, ഈ കൂടെ ഒത്തിരി പേര്, അതായത് വിഴിഞ്ഞം വാസികളൊക്കെ ആതിരയ്ക്കൊപ്പം ചേരുന്നു എന്ന് മനസ്സിലാകുന്നു. എന്താണ് അവർക്ക് പറയാനുള്ളത്? തീർച്ചയായും സേതുലക്ഷ്മി, വിഴിഞ്ഞത്തുള്ളവർ സന്തോഷത്തോടെ ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം അവർ ആദ്യമായിട്ടാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണുന്നത്. വികസനത്തിൻ്റെ നാളുകളായിരിക്കും വിഴിഞ്ഞത്ത് എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ പ്രതീക്ഷ. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വളരെയധികം സന്തോഷത്തിലാണോ? നമ്മൾ ഹാപ്പിയാണ്. എന്താ തോന്നുന്നത്? നമ്മളെ സ്വപ്ന പദ്ധതി ഇത് വന്നതിൽ നമുക്ക് വളരെ സന്തോഷം. ഇവിടെ ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു വലിയ കപ്പൽ കാണുന്നത്? എങ്ങനെ തോന്നി? രാവിലെ തൊട്ട് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണല്ലോ, എന്താ തോന്നിയത്? നല്ല സന്തോഷം തോന്നി, ഹാപ്പിയാണ്. വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ, അതായത് ഒരുപാട് പേർക്ക് ജോലി കിട്ടും, ഒരുപാട് വികസനം വരും, അത്തരത്തിലുള്ള സാധ്യതകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് നല്ലത് തന്നെയാണ്. നമുക്ക് ഒരു തൊഴിൽ, നമ്മളെ കുടുംബത്തിൽ ഓരോ തൊഴിൽ കിട്ടുന്നത് അത് നല്ലത് തന്നെയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ വിഴിഞ്ഞത്ത് ആദ്യത്തെ ഒരു കപ്പൽ വന്നു, ആദ്യ മദർഷിപ്പ് വന്നു, രാജ്യത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറുന്നു. നമുക്കിനി കൊളംബോ പോലെയുള്ള രാജ്യങ്ങളെ ഒന്നും ആശ്രയിക്കേണ്ട വളരെ ഒരു നേട്ടമാണ് നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടായിട്ടുള്ള സ്വപ്ന പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. നാളെ ആകുമ്പോൾ ഇതിൽ കണ്ടെയ്നറുകളെല്ലാം ഇറങ്ങുന്നു. അടുത്ത ചെറിയ കപ്പലുകൾ വന്ന് ഇവിടെ നിന്ന് കണ്ടെയ്നർ ശനിയാഴ്ച കയറ്റി കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോഴും വലിയൊരു കുതിപ്പാണ്. സാധാരണ നമ്മൾ ആദ്യം കരുതിയിരുന്നത് നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും ആദ്യം വരുന്നതാണ്. അല്ല, ഇതിപ്പം വേൾഡിലേക്ക് പോകേണ്ട, മറ്റ് രാജ്യങ്ങളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും പോകേണ്ട സാധനങ്ങളാണ് വരുമെന്നാണ് നമ്മൾ വാർത്തയിൽ കൂടെ അറിയാൻ കഴിഞ്ഞത്. അതിൽ വലിയ സന്തോഷമാണ്. ഇനി വരുന്ന ആളുകളിൽ മുടങ്ങാതെ ഇതിനേക്കാളും വലിയ കപ്പലുകൾ വരുമെന്ന പ്രതീക്ഷയിലാണ്. അന്നും ഇതേപോലെ നമുക്ക് വീണ്ടും കാണേണ്ട അവസരം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നിങ്ങളൊക്കെ രാവിലെ തൊട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പലൊക്കെ, ഇത്തരത്തിലുള്ള വലിയ കപ്പലുകളൊക്കെ ആദ്യമായിട്ടാണോ കാണുന്നത്? എന്താണ് കപ്പൽ കണ്ടപ്പോൾ? ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് എറണാകുളത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും വലുതെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ പകുതിയൊക്കെ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഇത് ഒരു വലിയ സന്തോഷമാണ്. എല്ലാവരും ആഹ്ലാദത്തിലാണ്. ഒരു താമസിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് വർഷത്തേക്ക് മുന്നേ ഇത് വരാണ്ടായിരുന്നു. കൊറോണയും മറ്റുള്ള ഒരുപാട് തടസ്സങ്ങളൊക്കെ നീങ്ങി ഇപ്പോൾ വലിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നതിൽ വലിയ സന്തോഷമാണ്. നാട്ടുകാരെന്നുള്ള രീതിയിൽ നമുക്കിനി എവിടെയും പോയി പറയാം, അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ പോലെ വിഴിഞ്ഞംകാർക്ക് ഇനി അഭിമാനിക്കാം. 9 വർഷങ്ങൾക്ക് ശേഷമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 2015 ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത്, അല്ലെങ്കിൽ തുടക്കമിട്ടിരുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തന്നെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് ഇവിടേക്ക് അടുക്കുമ്പോൾ വിഴിഞ്ഞം പ്രദേശവാസികളും സന്തോഷത്തിലും ആത്മാഭിമാന നിമിഷത്തിലും ഒക്കെ തന്നെയാണ്. നമ്മളും അതോടൊപ്പം ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാവുകയാണ്. ഒരുപാട് ആളുകളിലേക്ക് തൊഴിലെത്തും. നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു വലിയ നേട്ടമായി മാറും. നമുക്കറിയാം, നമ്മൾ നേരത്തെ കൊളംബോ പോലെയുള്ള രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇനി അത്തരം രാജ്യങ്ങളെ ഒന്നും നമുക്ക് ആശ്രയിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ നമ്മുടെ ചരക്കുകൾ ഇറക്കാം, നമുക്ക് സമയം ലാഭിക്കാം, പണം ലാഭിക്കാം. ഇത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് വിഴിഞ്ഞം വഴി സാധ്യതകൾ തുറക്കുകയാണ് സേതുലക്ഷ്മി. തീർച്ചയായും ആതിര, ഈ പറഞ്ഞ പോലെ രാജ്യത്തെ കണ്ടെയ്നറുകൾ ഏതാണ്ട് 70% രാജ്യത്തിന് പുറത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ 75% ഷെയറാണ് ഇനിയിപ്പോൾ വിഴിഞ്ഞത്തേക്ക് വരാൻ പോകുന്നത്. പറഞ്ഞതുപോലെ തന്നെയാണ് മാർഷൽ ദ്വീപ് പതാകേന്ത്യ കപ്പൽ ജൂലൈ 2 സിയാമരിൽ നിന്ന് പുറപ്പെട്ടു. 8 ദിവസം കൊണ്ട് ആ യാത്ര പൂർത്തിയാക്കി സാൻ ഫെർണാണ്ടോ ഒടുവിൽ ഇതാ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിയിരിക്കുന്നു. ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ ഈ കപ്പലിന് 9 വർഷത്തെ പഴക്കമാണുള്ളത്. എന്താണെങ്കിലും കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ
വിഴിഞ്ഞം തീരത്ത് എത്തി. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത്. ഒപ്പം പ്രദേശവാസികളാകട്ടെ ചെണ്ട കൊട്ടിയും ദേശീയ പതാക വീശിയുമൊക്കെയാണ് ഈ കപ്പലിനെ സ്വീകരിച്ചത്. അങ്ങനെ നമ്മളെല്ലാം ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇനി നാളെ മുതലാണ് ട്രയൽ റൺ. കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അടുത്ത 2-3 ഘട്ടങ്ങൾ എങ്ങനെയാണെന്നറിയണം. ഇതിന്റെ സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത് അറിയണം. തൊഴിൽ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ അറിയണം. അതിന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേരളീയരെല്ലാം. ട്രയൽ റണ്ണിനുള്ള ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു സ്വപ്നമാണ് ഇതാ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ സർ സിപ്പിയുടെ കാലം മുതൽ തുടങ്ങിയ ഒരു ചർച്ച, 91 മുതൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഗൗരവതരത്തിലുള്ള ചർച്ചകൾ ഇതാ 2024 ആദ്യ കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും അഭിമാനിക്കാം, രാജ്യത്തിന് അഭിമാനിക്കാവുന്ന നിമിഷം. മലയാളികൾക്ക് പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിന് പറയുകയും വേണ്ട. അത്രയും സന്തോഷ നിമിഷത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അങ്ങനെ വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ എത്തിയിരിക്കുന്നു. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി അത് യാഥാർത്ഥ്യം ആയിരിക്കുന്നു.